ദീപക് ഇന്ദു ഗോപൻ. അതെ. അപ്പം അതാണ് ഈ DIG. കൊള്ളാലോ. അത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു രഹസ്യമാണ്. ആണോ? പിന്നെ ഞാനും സാറും തമ്മിലുള്ളൊരു ഓ അല്ല, അത് സാറിന് ആക്ച്വലി ഏത് ടൈപ്പ് കഥയാണ് വേണ്ടത്? എൻ്റെ കയ്യിൽ സസ്പെൻസ് ത്രില്ലർ, ഡ്രാമ, ഫാമിലി ഡ്രാമ, പിന്നെ ഒന്ന് രണ്ട് പീരിയഡ് സബ്ജക്റ്റുകളുണ്ട്. ഓഹോ. ഞാൻ എൻ്റെ കഥയാണ്ട് പറയല്ല, ഈ പീരിയഡ് സബ്ജക്റ്റുകളെ ഗംഭീര കഥാപാത്രങ്ങളാണ്. എടുക്കട്ടെ? പക്ഷേ അതൊന്നുമല്ല വേണ്ടത്, സിമ്പിൾ സാധനങ്ങളാണ് വേണ്ടത്. സിമ്പിൾ തിരക്കഥ ഒരെണ്ണം എൻ്റെ വീട്ടിൽ സ്പെയർ ഒരെണ്ണം കിടപ്പുണ്ട്. ഞാനത് പക്ഷേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് സാരമില്ല, പിന്നെ സാവകാശം കംപ്ലീറ്റ് ചെയ്താൽ മതി. ആ, എനിക്ക് വേണ്ടത് ഹൊററാണ്. അതുണ്ടോ? ഹൊററോ? ഹൊറർ. എന്താ ഹൊററില്ലേ? ഇല്ല. നന്നായി. കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കഥയാണ്. സാറിൻ്റെ കഥ ഹൊറർ എന്ന് പറയുമ്പോൾ ആത്മകഥയാണോ സാർ? ആത്മകഥയല്ല, കഥ ഞാൻ തരും. എഴുതാനാണ് എനിക്ക് ആൾ വേണ്ടത്. ഞാൻ പൊതുവേ എൻ്റെ സ്വന്തം കഥകൾ മാത്രം. തൻ്റെ കഥകൾ മാത്രം? അല്ല, സ്വന്തം കഥകൾ മാത്രം എഴുതുന്ന ഒരു നിർബന്ധം എനിക്കില്ല എന്ന് പറയാം. ഗുഡ്, ഓക്കെ. അപ്പോൾ ഞാൻ കഥ പറയാം. അതായത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരാൾ ഒരു സമയത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയം. ഓക്കെ. അയാൾ കണ്ണാടിയിൽ കുറേ നേരം നോക്കിയതിന് ശേഷം മാറുന്നു. കണ്ണാടിയിൽ അയാളുടെ രൂപം അയാളെ തന്നെ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ ഒരു ഹൊറർ ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലേ? ആ സാഹചര്യത്തിൽ ഒരു രാത്രി മുഴുവൻ ആ വീട്ടിൽ കഴിയേണ്ടി വരിക. അയ്യോ, അപ്പം മറ്റ് കഥാപാത്രങ്ങൾ? ഒരു പള്ളിയിലച്ഛൻ, പിന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക സ്ത്രീ. മീൻസ് പിന്നെ ഈ വികൃതമായൊരു മുഖമൊക്കെ ഉള്ള ഈ പ്രേതത്തെ പോലെ. എക്സാക്ട്ലി. പ്രേതം പോലുള്ള ഫേസൊക്കെ ഉള്ള ഒരു സ്ത്രീയും പിന്നെ ഒരു 6-7 കഥാപാത്രങ്ങളെ DIGക്ക് സൃഷ്ടിക്കാം. ഞാൻ സൃഷ്ടിക്കണം അല്ലേ? ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈകിടത്തില്ല. സന്തോഷം സാർ. അല്ല, ഈ കഥ എന്നിട്ട് എന്താവും? ഒരാൾ ഒരു സമയത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയണം. അത് പറഞ്ഞല്ലോ. ആ സമയത്ത് അയാൾക്കുണ്ടാകുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മൾ ചെയ്യുന്ന സിനിമ. കൊള്ളാല്ലേ? പിന്നെ ലാസ്റ്റ് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എഴുതി വരുന്നത് പോലെ മാറ്റാം. എങ്ങനെയുണ്ട്? കഥ ഇഷ്ടമായോ? ത്രെഡ് കൊള്ളാം, പക്ഷേ ഒരു കഥ എന്ന് പറയുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ വേണം. എന്ത് വേണമെങ്കിലും മിസ്റ്റർ DIGക്ക് എഴുതാം. ബേസ് കഥ ഇതായിരിക്കണം. പടം കണ്ടാൽ ആൾക്കാർ പേടിക്കണം. നമുക്കത്രേ ഉള്ളൂ. സാറ് ഇത്രയേരം പറഞ്ഞ കാര്യങ്ങൾ കേട്ടാ ആരായാലും പേടിച്ചു. അയ്യോ, ഇതൊരു ഭയങ്കര ത്രെഡാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ കഥ കേട്ട എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇപ്പൊ കണ്ണാടിയിൽ നിന്ന് കേട്ടാ പേടിയാണ്. അയ്യോ, അപ്പം എനിക്ക് മനസ്സിലായി ഇത് വർക്കാവും. ഈ സുഹൃത്തുക്കളൊക്കെ എപ്പോഴെങ്കിലും എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. തീർച്ചയായും. അപ്പം അങ്ങനെ നമ്മുടെ കഥ റെഡിയായി. ഇനി തിരക്കഥ സംഭാഷണം മാത്രം. അത് മിസ്റ്റർ DIG ചെയ്താൽ മതി. അപ്പോൾ കഥ സാറിൻ്റെ ആണ്, സാറിൻ്റെ പേരിലാണ്. ഒരു കാര്യം വിട്ടുപോയി. കഥ മാത്രമല്ല, തിരക്കഥയും സംഭാഷണവും കൂടി എൻ്റെ പേരിലാവും വരിക. എങ്ങനെ? മനസ്സിലായില്ലേ? അതിനുള്ളത് ഞാൻ പേ ചെയ്യാം. ഓക്കെ? ഹലോ, ഞാൻ വിളിക്കാം. കുറച്ച് സമയം. ഓക്കെ. ഇതിൻ്റെങ്കിലും പൈസ പറ്റില്ല ഇരിക്കാണ്ട് ഇയാളെ കൊണ്ട് കൊടുപ്പിക്കാൻ നോക്കണോട്ടോടാ. കേട്ടോ? എന്താ തനിക്ക് പറ്റില്ലേ? താൻ ഇതിനു മുമ്പ് സിനിമയൊന്നും എഴുതിയിട്ടില്ലല്ലോ. പിന്നെന്താ? ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. മാത്രമല്ല ഞാൻ പേ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? മനസ്സിലായി സാർ. അപ്പം റെഡിയല്ലേ? എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം. കഥ കേട്ടാൽ ആളുകൾ പേടിക്കണം. അപ്പം നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതൊക്കെ സാർ. എനിക്ക് ചെറിയൊരു അഡ്വാൻസ് തരണം.
സാമേ നീ ഇത് എവിടെ ഇരുന്നടാ? ഞങ്ങൾ ആകെ വിഷമിച്ചോയില്ലേ? നീ വന്ന് ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ചാലും എടുക്കൂല ചെക്കൻ. ഞാൻ ആ കാശ് റെഡിയാക്കാൻ വേണ്ടി പോയതാ. എടാ എടാ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലോടാ. അങ്ങനെ ഒന്നുമില്ലടാ. അയ്യോ സാമേ, നിന്റെ വാടകയൊന്നും വേണ്ട, അവി വെറുതെ പറഞ്ഞതല്ലേ. കം ഓൺ. അതന്നെ, ടേക്ക് ഇറ്റ് ഈസി മാൻ. അവനോടെ അവ എത്തിയിട്ടില്ല. എന്തായാലും ഇപ്പൊ നീ വന്നില്ല, അവൻ എന്തായാലും എത്തിക്കോളും. വരാണ്ട് ഞങ്ങൾ വേറെ എവിടെ പോവാൻ. പിന്നെ നീ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് തോന്നി, അതായി കാശുണ്ടാക്കാൻ പോയത്. മിസ്റ്റർ അവിനാഷ്, മേ കം ഇൻ? മതി മതി, ഇങ്ങ് വന്നേ. ഒന്ന് എയർ വിടണ്ട DIG. അതി എന്നാ എടാ ഞാൻ ചുമ്മാ രാവിലെ പറഞ്ഞല്ലേ, എനിക്ക് വേണ്ട നിന്റെ കാശൊന്നും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. സ്നേഹം വേറെ, വാടക വേറെ. 2 മാസത്തെ വാടകയുണ്ട്. ചുരുങ്ങി എത്രയെങ്കിലും വേണല്ലോ അല്ലേ? റൂംമേറ്റ്സോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് ക്വാളിഫൈ ചെയ്യാം അല്ലേ സാം? എടാ നോക്കിയടാ. ഗൈസ് പ്ലീസ്, നിങ്ങൾക്കറിയാലോ അവ ഇതൊന്നും ഉദ്ദേശിച്ചില്ലെന്ന്. പ്ലീസ്. എടാ വൃത്തിയിട്ടന്മാരെ, നമ്മുടെ ഇടയിലോടാ ഇങ്ങനെയൊക്കെ. അല്ല നീയൊക്കെ ഇത് എവിടെ ഒപ്പിച്ച് ഇത്ര പെട്ടെന്ന്? അതൊക്കെ വലിയ കഥയാ. എന്തായാലും ഒപ്പിച്ചു. നീ ഞങ്ങളുടെ സ്നേഹത്തിനൊരു വിലയിട്ടു, ഞങ്ങൾ ആ കാശ് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. എടാ കുറച്ച് ഓവറാ വേണ്ടിട്ടോ നിന്റെ ഡ്രാമയും മസിൽ കൊടുത്തു. മതി. നീ ഇത് വാങ്ങിക്കുന്നോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോണോ? അതെ. അഭി, നീ ഇത് വാങ്ങിച്ചേ. അവർക്ക് പറഞ്ഞ പോലെ ഒരു അവസരം കൊടുക്കണല്ലോ. നീ വാങ്ങിക്കടാ. ശരി വാങ്ങിക്കടാ. എന്നാ കൊണ്ടു. ശരി. ഇത് 2 മാസത്തെ. കഴിഞ്ഞ 3 മാസത്തെ എവിടെ? കഴിഞ്ഞ 3 മാസത്തെ എവിടെ? ആ, കഴിഞ്ഞ മാസത്തെ കാര്യം കഴിഞ്ഞു. ആ, അടുത്ത മാസം തൊട്ട് 2 പേരും കൃത്യമായിട്ട് വാടക തരണം. ഓക്കെ? അതിപ്പോ അടുത്ത മാസം ഇന്നത്തെ പോലെ ഫ്രിഡ്ജും കാറും. കാറും ബൈക്കാ? നീ എന്തൊക്കെയാ പറയണ സാമേ? അടുത്ത മാസം മുതൽ കാശുണ്ടാക്കാനുള്ള വഴിക്ക് ഉണ്ടാവും. ഡോണ്ട് വറി. അയ്യേ, പറഞ്ഞ് കാട് കയറി പോവന്നെ. എന്താണത്? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ആ പൈസ തിരിച്ചു തന്നെ. നിനക്കൊരു വിഷമം വേണ്ട, ഞങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞില്ലേ? ആ ഒരു താല്പര്യം ഇല്ലാതെ വാങ്ങിയ നിനക്ക് തോന്നിയില്ലേ? എനിക്ക് തോന്നി. വേണ്ട, ഇതെന്തായാലും തന്നതല്ലേ, ഇരിക്കട്ടെ. ആ, കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ പാടില്ല. ഓക്കെ? അതല്ലൊരു ഹീറോയിസം. എന്താണ് ഹീറോയിസം? ഹീറോയിസാ? വല്ലാത്ത അധ്വാനിച്ച കാശായോണ്ടിരിക്കല്ലേ.